ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഉണ്ടല്ലോ, വലിയ പാടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ചേരുവകൾ മാത്രം ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എടുക്കുന്ന ചേരുവകൾ, അതായത് നമ്മളെ മെഷർമെൻറ്റ്സ് എല്ലാം ഓരോന്നും മാക്സിമം കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ മാവ് കറക്റ്റായിട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ലാസ്റ്റ് ഡോണറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ 250 ml അളവ് കപ്പിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ, ഈ രണ്ടിലേതായാലും മതി. അപ്പോൾ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 1 കപ്പിൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 8 ഡോണറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡോണറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവ് ഇരട്ടിയാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. പഞ്ചസാര എടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ആണ്. പഞ്ചസാര ഭയങ്കരമായിട്ട് വല്ലാണ്ട് പൊടിച്ചത് വേണമെന്നില്ല. ചെറിയൊരു തരിയുള്ള പഞ്ചസാര ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വലിയ തരിയുള്ള പഞ്ചസാര എടുക്കരുത് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. ഇനി ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരു 2 നുള്ള്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു ബൗളിൽ ലിക്വിഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അത് മാത്രമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ബൗളിൻ്റെ ആവശ്യമില്ല, ഒരു മീഡിയം സൈസിലുള്ളൊരു ബൗൾ മതി. ഇതിലേക്ക് പാലാണ് ആദ്യം ചേർക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ പശുവിൻ പാലാണ് ചേർക്കുന്നത്. ഇത് തിളപ്പിച്ചിട്ടൊന്നുമില്ല, തിളപ്പിച്ച പാലാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, ചൂടും പാടില്ല തണുപ്പും പാടില്ല. ഇനി ചേർക്കേണ്ടത് ഉരുക്കിയ ബട്ടറാണ്, മെൽറ്റഡ് ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് ഒഴിക്കുന്നത്. ബട്ടർ നിങ്ങൾ ചേർക്കുമ്പോണ്ടല്ലോ കട്ടിയോട് കൂടിയിട്ട് ചേർക്കരുത് കേട്ടോ. ഇത് മെൽറ്റ് ആയതിനു ശേഷം മാത്രമേ ഇതിലേക്ക് അളന്ന് ചേർക്കാൻ പാടുള്ളൂ. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് അളന്നെടുക്കാൻ പറ്റുക. കട്ടിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അളന്നാലും അത് കറക്റ്റായിട്ട് വരില്ല. ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മളെടുത്ത പാലാണെങ്കിലും മുട്ടയാണെങ്കിലും അതേപോലെ തന്നെ എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വെളിയിൽ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. ഇത് നമുക്കൊരു 1/4 ടീസ്പൂൺ ചേർക്കാം. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ തരിയുള്ള ഈസ്റ്റ് ആണ് കേട്ടോ. ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ടോ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ചേരുവകൾ വേറെയും അതേപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള ചേരുവകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്ലോലി ഇതിലേക്ക് ഒഴിക്കാം. രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിവിടെ ഇതുപോലത്തെ ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യണത്. സ്പാറ്റില ഇല്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന തടിത്തവയില്ലേ, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. നമുക്ക് കൈ യൂസ് ചെയ്തിട്ടും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് കുറച്ച് ലൂസായിട്ടുള്ള മാവാണ്. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബെറ്റർ നിങ്ങൾ സ്പാറ്റില യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ തടിത്തവി യൂസ് ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കും. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഏകദേശം ഒന്ന് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ പരുവം എന്താണെന്നുള്ളത്. കണ്ടോ, കൈ വെച്ച് കുഴക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണുണ്ടോ? ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ ഒഴിച്ച പാല് കൂടിപ്പോയോ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്താലോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. പക്ഷെ നിങ്ങൾ ഒരിക്കലും പൊടി ചേർക്കരുത് ഈ സമയത്ത്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവമല്ല. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് വേണം. ഇനി ഇത് നമുക്ക് സൗകര്യമായിട്ടൊന്ന് നന്നായിട്ട് നീഡ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ ബൗളിൽ തന്നെ ഇട്ട് കുഴച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇത് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്ലേസിലായിട്ടുള്ള നല്ല ഏതെങ്കിലും പലകയൊക്കെ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാനിവിടെ ഒരു പലകയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്കിതിൻ്റെ മേലെ ഒന്ന് പുരട്ടി കൊടുക്കാം. നിങ്ങൾ വെളിച്ചെണ്ണ ഒന്നും പുരട്ടരുത്, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ പുരട്ടാം. ബെറ്റർ എപ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. എന്നിട്ട് ഈ ഓയിലിൻ്റെ മേലെ നമുക്ക് കുറച്ച് മൈദയും കൂടിയിട്ട് ഒന്ന് വെതറി കൊടുക്കാം. ഇനി മിക്സ് ചെയ്തിട്ടുള്ള മാവ് നമുക്ക് ഇതിൻ്റെ മേലെ ധൈര്യമായിട്ട് വെക്കാം. ഇതിനെ മയമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുക്കണം, നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലും ഇത് സ്റ്റിക്കി ആയിട്ട് വരില്ല. ഒരു 10-12 മിനിറ്റ് നേരത്തേക്ക് നമ്മളെ കൊണ്ട് കഴിയണ പോലെ നല്ലപോലെ കുഴച്ചെടുക്കാം. ഈ കുഴയ്ക്കുന്നതിലാണ് നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റായിട്ടും നല്ല മയത്തിലൊക്കെ വരുന്നതും അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡോണറ്റ് നല്ല സോഫ്റ്റായിട്ട് വരുന്നതും. അപ്പോൾ നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, ഒട്ടും കുഴയ്ക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഫ്ലോർ നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുഴയ്ക്കുക കേട്ടോ.
അത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ മാത്രം ഫ്ലോർ ചേർത്താൽ മതി, പൊടി ചേർത്താൽ മതി, അല്ലാതെ നിങ്ങൾ ചേർക്കാൻ നിൽക്കണ്ട. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റ് നേരത്തോളം ഞാനത് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഇടിയും കുത്തും ഒക്കെ കിട്ടി, മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ബൗളിൽ ഒരു അല്പം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ബൗളിലേക്ക് ഇത് ഇടാം. ഇത് നല്ല ടൈറ്റായിട്ട് കാറ്റധികം കയറാത്ത രീതിയിൽ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നല്ല കട്ടിയുള്ള ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചാലും മതി. ഇത് നമുക്കൊരു 2-2.5 മണിക്കൂർ നേരത്തേക്ക് പൊന്താനായിട്ട് വെക്കണം. 2.5 മണിക്കൂർ കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് ഡബിൾ സൈസായിട്ട് പൊന്തി വരും. അപ്പോൾ അതുവരേക്ക് നമുക്കിത് വെക്കാം. ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഏകദേശം കണക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2.5 മണിക്കൂർ എന്ന് പറയുന്നത് കുറച്ച് നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട്, സമയം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാവ് നല്ല ഡബിൾ സൈസായി വരുന്നത് വരെ നമുക്കിത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അനക്കാതെ വെക്കാം. അപ്പോൾ 2.5 മണിക്കൂറിന് ശേഷം ദേ ഇങ്ങനെയാണ് ഈ മാവ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല ഡബിൾ സൈസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് മാവായിട്ടാണ് ഇരിക്കണത്. ഇനി നമുക്കിത് പരത്തിയിട്ട് ഡോണറ്റ്സ് ഓരോന്നായിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം പൊടി നമുക്ക് ഇതിൻ്റെ മേലെ പെരട്ടാം. എന്നിട്ട് മാവ് ഇതിലേക്ക് സ്ലോലി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് ഫ്ലാറ്റായിട്ട് പരത്തണ്ട, ഏകദേശം ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ പരത്തിയാൽ മതിയാവും കേട്ടോ. മേലെ നമുക്ക് ഒരല്പം പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മേലെയും ഒട്ടിപ്പിടിക്കില്ല, ഈ ഒരു പരത്തുന്ന സാധനത്തിന്റെ മേലെ ഒട്ടിപ്പിടിക്കില്ല. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ ഏകദേശം ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഒരേ ലെവലിൽ തന്നെ പരത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴും ഇതിന്റെ ഷേപ്പ് എല്ലാം നല്ല ഭംഗിയിൽ വരും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഡോണറ്റ് കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ 2 അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഈ ഒരു വലിയ സൈസിലുള്ളതും പിന്നെ ഒന്ന് ചെറുതും. ഇതുപോലത്തെ അടപ്പാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അടപ്പിന്റെ ഈ അറ്റം ഭാഗം ഉണ്ടല്ലോ, അരിക് നല്ല ഷാർപ്പായിരിക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പം നല്ല ഷാർപ്പായിട്ടുള്ള അടപ്പെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ സ്റ്റീലിന്റെ നല്ല ഷാർപ്പായിട്ടുള്ള അരികളുള്ള കുഞ്ഞു പാത്രങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ അച്ചാറൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ബെസ്റ്റാണ്. ഇതുപോലെ ഓരോന്നായിട്ട് നന്നായി പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ ഷേപ്പ് പോവാണ്ട് നിങ്ങൾ നോക്കുക കേട്ടോ. ബാക്കി ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരും. ഷേപ്പിന്റെ കാര്യം മാത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ബാക്കിയുള്ള സൈഡിലുള്ള മാവ് നമുക്ക് എടുത്തു മാറ്റാം. എന്നിട്ട് അകത്തെ ഭാഗം കൂടി നമുക്ക് ഇതുപോലെ ആ ചെറിയ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിതിൻ്റെ ഷേപ്പ് പോവാണ്ട് പതുക്കെ നല്ല കെയർഫുള്ളി എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. വേറൊരു ട്രേയിലേക്ക് മാറ്റണം നിർബന്ധമില്ല. കാരണം ഇതിന്റെ മേലെ തന്നെ എനിക്ക് ഇനിയും കട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത്. ഈ ബാക്കി മാവും കൂടി നമുക്ക് ഇതിന്റെ മേലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ഇത്രയും മാവ് കൊണ്ട് എനിക്ക് 7 ഡോണട്ടാണ് കേട്ടോ കിട്ടിയത്. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്തെങ്കിലും പാത്രം വെച്ച് ഒന്ന് അടച്ചു വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് റാപ്പ് ചെയ്താലും മതി. ഈ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കൽ അത്ര നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഡോണറ്റ്സ് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഡോണറ്റ്സിൽ കോട്ട് ചെയ്യാനുള്ള ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളൊരു ബൗൾ എടുക്കുക, ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കൊക്കോ പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട്, ഇത് തിളപ്പിച്ച പാലാണ് കേട്ടോ, തിളപ്പിച്ചാറിയ പാലാണ്. 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കണമെന്നില്ല, നമുക്ക് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഏകദേശം 1/2 മണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ അടി കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യണത്. നമ്മൾ വെളിച്ചെണ്ണ ഒന്നും എടുക്കാൻ പാടില്ല. വെളിച്ചെണ്ണ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ഇഞ്ച് ഹൈറ്റിൽ ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വരുന്ന സമയത്തേക്ക് ഞാനിത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ഓയിലേക്ക് ഇടാനായിട്ട് എളുപ്പമായിരിക്കും.
ഇപ്പോൾ ഞാനിപ്പോൾ ഫോയിലിൽ ഇത് വെച്ചതുകൊണ്ടാണ് എനിക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇപ്പോൾ ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പറിൽ വെക്കാം. ഇനി ബട്ടർ പേപ്പറും ഫോയിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ചിലപ്പോൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലായിരിക്കും ഇത് പരത്തി കട്ട് ചെയ്തെടുത്ത് കാണുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോയിലും ബട്ടർ പേപ്പറും ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഇത് കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്ത് ഓയിലിലേക്ക് ഇടുക കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ കട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് കയ്യിലോട്ട് എടുക്കുന്നേ ഉള്ളൂ. എണ്ണയിലേക്ക് ഇടാൻ വേണ്ടി നിങ്ങൾ എടുക്കത്തില്ലേ, അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് മാത്രം ഒന്ന് മാറി പോവാതിരിക്കാൻ വേണ്ടി, അത് സ്പോയിലായി പോവാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഡോണറ്റ്സ് ഓരോന്നായിട്ട് എടുത്ത് ഓയിലേക്ക് ഇടാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ തീ ശ്രദ്ധിക്കുക, മീഡിയം തീയിൽ വേണം വെക്കാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകംഭാഗം ഒന്നും കുക്കാവില്ല, പുറം ഭാഗം മാത്രം മുരിഞ്ഞ് വരും. അപ്പോൾ ഒരു മീഡിയം തീയിൽ വെക്കുക. എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്നത് പൊന്തി വരും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഗോൾഡൻ കളറായിട്ട് വരും. അന്നേരം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി ഡാർക്ക് ബ്രൗൺ കളർ ആക്കാൻ നിൽക്കണ്ട നിങ്ങൾ. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഡാർക്കൊന്നും ആയിട്ടില്ല. അപ്പം അന്നേരം നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഡോണറ്റ്സ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും ഓയിൽ കുടിച്ചിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ അതിനെ കോട്ടിങ് ചെയ്യണത്. ചൂട് മാറാൻ നിൽക്കരുത് നിങ്ങൾ, അപ്പം തന്നെ നമ്മൾ കോട്ടിങ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ചോക്ലേറ്റ് സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഡോണറ്റ്സ് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പം അതിന് മുന്നേ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നമുക്ക് കാണണ്ടേ. കണ്ടോ, ഉള്ളിൽ ശരിക്കും എയറാണ്, 1/4 ഭാഗം എയറാണ് ഉള്ളിൽ. അത്രയും സ്പോഞ്ച് പോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കണത്. നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും ടേസ്റ്റിൽ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചൂട് പോയിട്ടില്ല. നമുക്ക് ചൂടോട് കൂടി തന്നെ ചോക്ലേറ്റ് സോസിൽ മുക്കിയെടുക്കാം. സോസിൽ മുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഇതിനെ കൊടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ടോപ്പിങ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ചോക്ലേറ്റ് സോസിൽ മുക്കിയെടുത്താൽ മാത്രം മതി. ചൂടോട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അതല്ല നിങ്ങൾക്ക് നല്ല തണുപ്പുള്ള ഡോണറ്റ് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റ് ആവുകയും ചെയ്യും. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ടേസ്റ്റിൽ നമുക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഈ ഷേപ്പിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം മാവ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര കറക്റ്റ് റൗണ്ടായിട്ടൊന്നും കിട്ടണമെന്നില്ല. ഇപ്പം ഞാൻ ചെയ്തതും അത്ര കറക്റ്റ് റൗണ്ടൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.